MBD ആക്ടുകൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന് പറയാൻ കഴിയും. കാരണം അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ പറയുന്ന MBD ആക്ടുകൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അതായത് പൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ജൂണിൽ തന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോഴും പുതുക്കാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സാണത്. അപ്പോൾ MBD ആക്ടുകൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ജനങ്ങളോട് ഈ പറയുന്ന പോലെ നടക്കാൻ പറയുന്ന അതേ മന്ത്രിയുടെ വാഹനത്തിന് ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിലും KL 15-0949 എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെ ഏപ്രിൽ പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോഴും നിയമം തെറ്റിച്ച് കേരളത്തിൻ്റെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയാണ് വാഹനം? MBD ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് തന്നെ, അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ MBD ആക്ടുകൾ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ജനദ്രോഹ നടപടി ആവുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇത് നിരത്തിലോടുമ്പോൾ ഈ വാഹനത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലേജ് കുറയും. ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ധനം എന്ന് പറയുന്നത് കൂടുതലായിട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങളുടെ ടാക്സ് തന്നെയാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ കൊടുത്തിട്ടുള്ള ജനങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയി ആയിട്ടുള്ള ഗണേഷ് കുമാർ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് ഇതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്